സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ബ്രെഡ് തയ്യാറാക്കണമെന്ന് നോക്കാം. വീറ്റ് ബ്രെഡിന്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിരുന്നു. പക്ഷെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയത്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ പേര് വീറ്റ് ബ്രെഡ് തയ്യാറാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീറ്റ് ബ്രെഡ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ചൂട് ഒരിക്കലും കൂടരുത് കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വരില്ല. അതായത് ലൂക്ക് വാം വാട്ടർ. ഇതിലേക്ക് ഞാനിനി 1/2 ടേബിൾ സ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉപയോഗിക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ, അതായത് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ മാറ്റി വയ്ക്കാം. ഈസ്റ്റ് ആക്റ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് എടുക്കുന്നത്. 250 ml കപ്പിൽ 3 കപ്പ് സാധാരണ ഗോതമ്പ് പൊടി. ഇനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഉപ്പും അതുപോലെ ഈ ഓയിലും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തേക്കും ആയിക്കോട്ടെ. ഇപ്പോൾ ഉപ്പും എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈസ്റ്റ് ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഈസ്റ്റ് എപ്പോഴും നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ, ബേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ പുതിയത് തന്നെ ഉപയോഗിക്കും. ബേക്കിങ്ങിനെന്നല്ല, എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും. അല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആദ്യം മിക്സ് ചെയ്ത് വെക്കണത്. അപ്പോൾ ഈസ്റ്റ് ആക്റ്റീവായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടില്ലേ? ഇതിലേക്ക് ഞാനിനി പാലാണ് ഒഴിച്ചു കൊടുക്കണത്. ഇതിപ്പോൾ സാധാരണ പാലാണ് കേട്ടോ. സാധാരണ പാല് 1 കപ്പാണ് എടുക്കണത്. സാധാരണ പശുവിൻ പാല് 1 കപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എന്താ പറയുക, പാല് നമ്മൾ എടുക്കുമ്പോഴേ തണുത്ത പാല് ഉപയോഗിക്കരുത്. എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ ഈസ്റ്റിൻ്റെ മിക്സില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഇതുപോലെ ബബിൾസ് ഒക്കെ വരുന്നത് ആക്റ്റീവ് ആണെന്ന് കാണാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഉപയോഗിക്കണ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് ഈ പാലിൻ്റെയും അതുപോലെ വെള്ളത്തിൻ്റെ അളവിലൊക്കെ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ആദ്യം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്കിതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്ത പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടായിരുന്നു എടുത്തിരുന്നത് കേട്ടോ. ഒരുപാട് ചൂടാക്കരുത്, അപ്പോഴത് കറക്റ്റായിട്ട് വരില്ല. ഇപ്പം കണ്ടില്ലേ, ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിക്കി ഡോ ആയിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ കൈമേലൊക്കെ ഒട്ടിപ്പിടിക്കും. ആ ഒരു രീതിയിൽ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കണേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോഴായിരിക്കും ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. 2 കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അത്യാവശ്യം പ്രഷർ കൊടുത്ത് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, കയ്യിലൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിക്കും. പക്ഷെ അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു 10 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഗോതമ്പ് പൊടിയെ കാരണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ മൈദ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഡോ കണ്ടില്ലേ, ഞാൻ നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം.
അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഡോ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും, അതായത് ഡബിളൊക്കെ ആയിട്ട് മാറും. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി, ഏതായാലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കാം. അതായത് ഇത് ഫെർമെൻ്റ് ആയിട്ട് വരാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ചിരിക്കും. നമ്മൾ നല്ല ചൂടുള്ള സ്ഥലത്തിന് താമസിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലത്താകുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ എപ്പോഴും വാമായിട്ടുള്ള പ്ലേസിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് പൊങ്ങി വന്നതിന് ശേഷം പറയാം എത്ര സമയം എടുത്തത്. എന്തായാലും ഒരു 1.5 മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കണം, അല്ലാന്നുണ്ടെങ്കിലും ഇത് ഡ്രൈ ആയിട്ട് മാറും കേട്ടോ. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുക്കണം. വീണ്ടും നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതിലത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ വീണ്ടും നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിൽ നമ്മളിതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഡോ ഒന്ന് കുഴച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡിൻ്റെ ലോഫ് പാൻ ഇല്ലേ, അതൊന്ന് നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ഇഞ്ച് ലെങ്ത്തും പിന്നെ വിഡ്ത്തും ഹൈറ്റും 3.5 ഇഞ്ച് ആയിട്ടുള്ളൊരു പാനാണ്, അതായത് ലോഫ് പാൻ. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ ബേക്കിംഗ് ട്രേയിലൊക്കെ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടില്ല എന്നുള്ളൂ. എങ്ങനെയാലും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ളതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടറാണ് കേട്ടോ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയാലും കുഴപ്പമില്ല, ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഇതിലേക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഉപയോഗിച്ചില്ലേ, അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ ബട്ടർ എല്ലാവിടെയും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. അതായത് ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം ഇത് ഇങ്ങനെ എന്താ പറയുക, ചുരുട്ടിയെടുക്കുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസ് കംപ്ലീറ്റ് പോവുകയും ചെയ്യും. അതുപോലെ ഇത് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടും വരും. കുഴച്ചെടുക്കണതിലാണ് ശരിക്കും പറഞ്ഞാൽ ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റും സംഭവങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ വീട്ടിലരി ഉണ്ടാക്കുമ്പോൾ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കണില്ല, നല്ല ഹെൽത്തി തന്നെയാണല്ലോ. ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഈ ഭാഗം അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഷേപ്പിൽ, അതായത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആക്കി കൊടുക്കണം. ഈ ലോഫ് പാൻ്റെ ഒരു ഷേപ്പിലേക്ക് നമ്മളിത് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച പാനില്ലേ, ലോഫ് പാൻ, അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഏകദേശം സൈസിലാണ് കേട്ടോ ഞാനിത് ഇപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തത്. അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഒരു സൈസിൽ ഇതാക്കി കൊടുക്കാം. അതായത് വശങ്ങളിലൊക്കെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലാണെന്നുണ്ടെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഞാനിപ്പോൾ കുറച്ച് ബട്ടറാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്.
കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്കൊന്ന് അടച്ചു വെക്കണം. മുകളിൽ ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കാൻ മറക്കരുത്. ഇത് ഞാൻ ഇതിൻ്റെ അടപ്പ് വെച്ച് തന്നെ ഒന്ന് അടച്ചു വെക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് അടച്ചാലും മതി. ഇനി ഇതൊരു അരമണിക്കൂർ ഇതുപോലെ തന്നെ ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇത് വീണ്ടും മുകളിലേക്ക് പൊങ്ങി വരും. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, മുകളിലേക്ക് ഒരുപാട് വരുന്നുണ്ടോയെന്ന്. ഓക്കെ, വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി അരമണിക്കൂർ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇപ്പം ഇത് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ മുകളിലേക്ക് ഒന്നും കൂടി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഓവനിൽ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിലോ അല്ലാന്നുണ്ടെങ്കിൽ കടായിലോ ഏത് പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കില്ലേ, കടായിലും പ്രഷർ കുക്കറിലും, ആ ഒരു രീതിയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കണേന്ന് മാത്രം. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 30 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം ബേക്ക് ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്തിനെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതൊന്ന് ബേക്ക് ചെയ്ത് കൊണ്ടുവരട്ടെ. പിന്നെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഓരോ ഓവനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കാട്ടെ. എന്തായാലും ഒരു 25 മിനിറ്റ് ഒക്കെ എന്തായാലും വേണ്ടി വരും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ ബ്രെഡ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഹാർഡായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇത് എടുത്തപ്പോൾ തന്നെ ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മുകൾ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്, ഹാർഡായിട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. കണ്ടില്ലേ, കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 32 മിനിറ്റ് ആണ് കേട്ടോ വേണ്ടി വന്നത്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ വശങ്ങളിൽ നിന്ന് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. പതുക്കെ കത്തി ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ വിടിയിച്ച് കൊടുക്കണം. ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. ഇപ്പോൾ ബ്രെഡ് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി തന്നെ ഉപയോഗിക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പീസും മുറിച്ചെടുക്കാം കേട്ടോ. മുറിച്ചെടുക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ വീറ്റ് ബ്രെഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. പിന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളാം. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.